ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി കുറെ ഡിഷുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അച്ഛൻ്റെ വിശേഷങ്ങൾ പറയാറുണ്ട്, അച്ഛൻ പഠിപ്പിച്ച കാര്യങ്ങൾ പറയാറുണ്ട്, അവിടെ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള കുറെ കഥ സ്റ്റോറിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ എക്സൈറ്റഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യം. അമ്മ പഠിപ്പിച്ചതല്ല, അമ്മ ഒരുപാട് ബിസി ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ കയറി തുടങ്ങി. അമ്മ ഉണ്ടാക്കിയ നാവിലെ രുചികളൊന്നും പോയിട്ടില്ല. അപ്പം അമ്മ ഉണ്ടാക്കി തന്ന ഏറ്റവും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് ഷാർക്ക് തോരൻ, അതായത് സ്രാവ് തോരൻ. സ്രാവ് തോരനോ? സ്രാവ് മീൻ വെച്ച് കഴിച്ചിട്ടുണ്ടോ? സ്രാവ് മീൻ കറി നമ്മൾ വറുത്തരച്ചൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ട്, പക്ഷെ തോരൻ കഴിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഈ മീനിൽ തോരൻ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെത്തോലി പീര പറ്റിക്കുക, പൊടിച്ചാള പീര പറ്റിക്കുക, തേങ്ങയൊക്കെ നമ്മൾ അതുപോലെ കാണും. പക്ഷെ ഇത് അതുമായിട്ട് ഒരു ബന്ധമില്ല, ഭയങ്കര ഡ്രൈ ആക്കി എടുക്കുന്ന ഒരു തോരനാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ ഒരു തോരൻ കഴിച്ചിട്ടില്ല. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് 2-3 മാസമൊക്കെ ഇത് ഇരിക്കും, കേടാവത്തില്ല. ഫ്രിഡ്ജിൽ വെക്കണോ? ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ സാധനം ഇരിക്കും, അത്രയും ഡ്രൈ ആക്കിയാണ്. അമ്മയുടെ അടിപൊളി ഡിഷ് നമുക്കൊന്ന് നോക്കണമല്ലോ. തോരന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ചേച്ചി പറഞ്ഞ പോലെ പാൽക്കപ്പ, അതുപോലെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചമ്മന്തി പൊടിയില്ലേ, അതുപോലെയൊക്കെ നമുക്ക് തോരൻ രാവിലെയൊക്കെ എടുത്ത് യൂസ് ചെയ്യാം. എനിക്ക് എന്തായാലും പഠിക്കണം, കാരണം ആമിക്ക് ജോർജിയയിൽ പോകുമ്പോൾ കൊടുത്തുവിടാം. അത് 3-4 മാസമൊക്കെ ഇരിക്കുമെങ്കിൽ ഓവർ സ്പൈസി മുളക് കറിയൊന്നും ഇഷ്ടമില്ല. ഇപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്നാ ഫിഷിന്റെ സാധനം ഹെൽത്തി ആയിട്ട് അകത്ത് പോവുകയും ചെയ്യും, എന്നാ ഇത് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതില് നമ്മള് മുളക് പൊടി അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പക്ഷെ അത് ഡ്രൈ ആവുമ്പം അതിന് വേറൊരു ഫോമിലേക്ക് മാറും. എന്തായാലും ഇതുവരെ ഞാൻ യൂട്യൂബിൽ പോലും ഇതൊന്നും കണ്ടിട്ടില്ല. ഈ ഒരു പറഞ്ഞ ഐറ്റം ഞാൻ യൂട്യൂബിൽ പോലും കണ്ടിട്ടില്ല. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ട്യൂണയിലാണ്, കാരണം ഫിഷ് സീസണിലാണ്. അപ്പം നമുക്ക് ഷാർക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല. പക്ഷെ ഞാൻ ട്യൂണയിൽ ഇത് കാണിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ റെസിപ്പി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഷാർക്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ചേച്ചിയും ട്രൈ ചെയ്യണം. ട്യൂണയല്ല, ഷാർക്കിൽ തന്നെ ട്രൈ ചെയ്യണം. ഇത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ട്യൂണയാണെങ്കിലും ഷാർക്ക് ആണെങ്കിലും നമ്മൾ അതിന്റെ നല്ല ഒരു സെന്റർ പോർഷൻ ആയിരിക്കണം. അപ്പൊ അതിനകത്ത് മുള്ളധികം ഇല്ലാത്തത്. പിന്നെ രണ്ടാമത് നമ്മൾ അതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഈ രണ്ടും മഞ്ഞൾപ്പൊടി ഉപ്പിടും, ഒന്നുമില്ല, മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടിട്ട് ബോയിൽ ചെയ്തെടുക്കുക. ബോയിൽ ചെയ്തതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം അതിന്റെ മുള്ളെല്ലാം മാറ്റി നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിക്കുക ഇങ്ങനെ മിക്സിയിലിട്ട് പൊടിക്കും. നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും. നമ്മുടെ സ്നേഹവാത്സല്യം അതിനകത്തുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് കൂടുതൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങള് സ്നേഹവും വാത്സല്യവുമാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. നമ്മളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല കട്ട പീസ് ആയിരിക്കണം. ഇതിനകത്ത് മുള്ളില്ലാത്ത വാലിന്റെ പോർഷൻ അതല്ലാത്ത സെന്റർ പോർഷൻ തന്നെ നമുക്ക് എടുക്കാം. എന്താ പറയാ, അലുവ പോലത്തെ കഷ്ണം. അതെ, നമ്മുടെ വീട്ടിലൊക്കെ പറയില്ലേ. വെള്ളം ഒഴിക്കാം, അത് മുങ്ങി നിൽക്കട്ടെ. ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി അല്ലേ? ഉപ്പും മഞ്ഞൾപ്പൊടി നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ പിടിച്ചൊന്ന് ബോയിലായി. ശരിക്കും പറഞ്ഞാലേ ഇത് വെന്താല് നമുക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇത്തിരി ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചാൽ. എന്റെ ട്യൂണ തോരന വേറെ ഡിഷൊക്കെ ഇപ്പൊ ചെയ്യണ്ട, നീ ഒരിക്കലും ചെയ്യരുത്, അതെനിക്ക് കഴിക്കണം. ഞാൻ പറഞ്ഞതാണ്, ഇത് വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഒരു പീസ് അങ്ങനെയും കഴിക്കാം. ഓക്കെ, നൈസ്. ഓൾമോസ്റ്റ് നമ്മുടെ ട്യൂണ ബോയിലായി കഴിഞ്ഞിട്ടുണ്ട്. ബോയിൽ ചെയ്തിരിക്കുന്ന ഫിഷ് മാറ്റാൻ പോവുകയാണ്. ബോയിൽ ആയിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതിനെ ഇനി തണുപ്പിച്ചെടുത്തിട്ട് ഒരു മുള്ളു പോലും ഇല്ലാതെ നന്നായിട്ട് എത്രത്തോളം പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഒന്നൊന്ന് കൂളാവണം, ചൂണേ ഒന്ന് കൂളാവും, അതുവരെ ഇവിടെ ഇരിക്കണം. തണുത്തിട്ടല്ലേ അതിനിങ്ങനെ അത് പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു മുള്ളു പോലും ഉണ്ടാവാൻ പാടില്ല. ആ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കൂട്ടില് പച്ചമുളക്, ഇഞ്ചി, ഒരു 4-5 കഷ്ണം ചെറിയ ഉള്ളി, ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് ഇടണം. എസ്പെഷ്യലി നമുക്ക് ട്യൂണ എന്ന് പറയുമ്പോൾ നമ്മുടെ വയറിന് ഒരു കംഫർട്ട് ആയിരിക്കണം. സോ അതുകൊണ്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് ചേർക്കാം. ചിലർക്ക് ട്യൂണ ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാക്കും. നമ്മൾ എപ്പോഴും ഹെൽത്ത് വൈസ് ആണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. സോ വെളുത്തുള്ളി ഇട്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി. പിന്നെ രണ്ടാമത് നമ്മൾ എപ്പോഴും ഒരു കൂട്ടുണ്ടാക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഇച്ചിരി സോൾട്ടും കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ആഡ് ഓൺ ആണ്. ആണോ? അതെ, പുതിയ അറിവായിരിക്കും കേട്ടോ. ഉപ്പ് ഞാൻ അങ്ങനെ ഇടാറില്ല. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കും. അതിനിടയിൽ ഞാൻ കപ്പയൊന്ന് നോക്കിയോട്ടെ. കുറച്ചൊരു കറിവേപ്പില. നമുക്ക് ഇതിനൊന്ന് ചതച്ചെടുക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ മ്യൂസിക്. ക്രഷ് ചെയ്താൽ മതി, നല്ല അരയണ്ട, തേങ്ങയുടെ ഫോമിൽ കിട്ടണം. തേങ്ങ നമ്മൾ അടിക്കില്ല, തേങ്ങ നമ്മുടെ കൈകൊണ്ടാണ് പരിപാടി. ആണോ? തേങ്ങ ഒന്നും ചെയ്യത്തില്ല. ഒന്നും ചെയ്യില്ല. ഇത്
എന്തായാലും വീട്ടിൽ പോയി ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ഐറ്റം. നമ്മുടെ ട്യൂണ അടിപൊളിയായിട്ട് തണുത്തിരിക്കുകയാണ്. നമുക്ക് ഈ തണുത്ത അവനെ ഒന്ന് അങ്ങോട്ട് പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനകത്ത് ഒരു തരി മുള്ളു പോലും കാണാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്കൊക്കെ ഈ ഓവർ മുളക് കറിയൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ സ്പൈസി ആയിട്ട് അല്ലാത്ത കുട്ടികൾ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ തൊണ്ടയിലൊന്നും ഇത് കൂടുന്നുണ്ട്. അപ്പം ഇതിനപ്പോൾ വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫിഷ് സ്രാവായാലും ശരി ട്യൂണ ആയാലും ശരി, നമ്മൾ എടുക്കുമ്പോൾ മുള്ളോ അതിനകത്ത് വേറൊരു വേസ്റ്റോ ഒന്നും കാണാൻ പാടില്ല. വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. കാരണം എത്രത്തോളം അത് ഡ്രൈ ആയിട്ടിരിക്കോ നമുക്ക് അത്രത്തോളം നാളെ ഇത് 3-4 മാസം നമുക്ക് വെച്ചിരുന്ന് കഴിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിന്റെ മയം അധികം ഒട്ടും കാണാൻ പാടില്ല എന്ന് പറയുന്നത്. എൻ്റെ കപ്പയൊന്ന് നോക്കട്ടെ. നമുക്ക് കിട്ടിയ ഫിഷ് നല്ല അടിപൊളി ഫിഷാണ്. സോ അതിനകത്ത് മുള്ളൊന്നും അധികം ഇല്ല. നല്ല സെൻട്രൽ പോർഷനാണ് കിട്ടിയിരിക്കുന്നത്. നല്ല മണം വരുന്നത്. ഇപ്പൊ തന്നെ അങ്ങോട്ട് നോക്കിയേ, കപ്പയും മീനിന്റെ ഒരു സ്മെല്ലും കൂടെ ആയപ്പോൾ തന്നെ അടിപൊളി. ഇടയ്ക്ക് ഉപ്പം നോക്കാം. കാരണം നമ്മൾ പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ആ ഫിഷിൽ അതിന്റെ സ്കിന്നൊന്നും ഉണ്ടാവാതിരിക്കുക. സ്കിന്നൊക്കെ ഇല്ലാത്തൊരു പീസാണെങ്കിൽ നല്ലതായിരിക്കും. അതെ ദീപ, എനിക്ക് പിന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതിലാണ് ആ ടേസ്റ്റ് കൂടുതലും തോന്നിയിട്ടുണ്ട്. നമ്മൾ ഹൈജീനിക് ആയിട്ട് മതി. അതെ, നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്ത് നീറ്റായിട്ട് നമ്മൾ കൈ കൊണ്ട് ആ ഞെരടി ആ എടുക്കുന്നതിന്റെ സ്വാദും സ്പൂൺ ഇട്ട് ഇളക്കി എടുക്കുന്നതിന്റെ ഒരു സ്വാദും രണ്ടും അത് ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട് പലപ്പോഴും. സോ നമ്മുടെ ഫിഷ് ഓൾമോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വേണ്ടോ നല്ല തരിതരിയാക്കി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്താണ് നമ്മളത് അടിച്ചു വെച്ചിരിക്കുന്ന ഈ സാധനം. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, പിന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില. പക്ഷേ ഈ സാധനത്തിനകത്ത് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള തേങ്ങ. ഓക്കെ. ഓ, അതും കൈ കൊണ്ടാണ്. വെരി നൈസ്. പക്ഷെ ഇപ്പൊ തന്നെ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനിയിപ്പോ അതൊരു സ്മെല്ലൊക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ്. ഇതൊരു വെറൈറ്റി ആട്ടോ. ഞാൻ ചെയ്തിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല ഈ സാധനം. അതുകൊണ്ട് ഞാൻ എന്തായാലും നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോയി ഇത് ഉടനെ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ആവി നോക്കി ഞാൻ ഉണ്ടാക്കി പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കും. ദീപൻ ചേട്ടൻ്റെ സ്പെഷ്യൽ ഫിഷ് ഫിഷ് തോരൻ, ദീപൻ ചേട്ടൻ്റെ അമ്മയുടെ ഫിഷ് തോരൻ, സ്പെഷ്യൽ ഫിഷ് തോരൻ അവർക്ക് കൊടുത്തുവിടും. നമ്മൾ ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക് അടിച്ചെടുത്ത സാധനവും നമ്മൾ ട്യൂണ പൊടിച്ചതും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചേച്ചി, എനിക്ക് ഇനി ഈ സ്റ്റൗ വേണ്ടി വരും. ഇത് വേണം? ഇത് വേണം. അപ്പോൾ ചേച്ചി ഞാൻ ഇപ്പുറത്തോട്ട് മാറണം. ഓക്കേ, റെഡി, ഡൺ. സാധനം മാറ്റാം. ഇനി നമുക്ക് ഇതിനകത്ത് പൗഡർ എല്ലാം ആഡ് ചെയ്യാം. നമുക്ക് കുരുമുളക് പൊടി, നമുക്ക് 2 പൗഡർ ആഡ് ചെയ്യണം. അതായത് കാശ്മീരി ചില്ലിയും വേണം, നോർമൽ ചില്ലി പൗഡറും വേണം. കാശ്മീരി ചില്ലി പൗഡറിന് എരിവ് കുറവാണ്, പക്ഷെ നല്ല കളർ കിട്ടില്ല. ഇനി നമ്മുടെ നോർമൽ ചില്ലി പൗഡർ. ഓക്കെ, എരിവിന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർക്കും. ഓക്കെ. ഇനി ഗരം മസാല. ഗരം മസാല ഫിഷിന് ഇതിലില്ല. ചിക്കൻ അങ്ങനത്തെ ഗരം മസാല വേണം. അപ്പം ഈ ഗരം മസാലയുടെ ആ ഒരു ടേസ്റ്റും മണവും മുന്നിൽ നിൽക്കണോ അതോ സട്ടിലായിട്ട് നിൽക്കണോ? സട്ടിലായിട്ട്. ഇനി നമ്മുടെ മിക്സ് ആണ്. നമുക്ക് ഉപ്പും കൂടെ ചേർക്കാം ചേച്ചി. അപ്പൊ ഈ മിക്സിംഗിലാണ് മെയിൻ കാര്യം. ഇതിലാണ് മെയിൻ കാര്യം. ശരിക്കും ഇത് കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് അമ്മയെ ഓർമ്മ വരിക. ഞാൻ കാരണം ഇത് എന്നും അടിയായി ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഓർമ്മയുണ്ട്, നീ അമ്മയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ആ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് വയ്യാതായാലും ഷൂട്ടിന്റെ ഇടയിൽ സീൻ ചെയ്തുകൊണ്ട് കഴിഞ്ഞ ആ ബ്രേക്കിലൊക്കെ ഓടി ചേച്ചിക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, നമ്മള് അന്ന് ചേച്ചി എന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ ഒരു സീനില് എന്റെ തുടക്കകാലമായിരുന്നു, 2ാമത്തെ സീരിയലായിരുന്നു. അപ്പം ആ സീനിൽ ഗ്ലിസറിൻ ഉപയോഗിക്കാതെ ഞാൻ കരഞ്ഞു. അന്ന് ചേച്ചി ഫൈസലിക്കോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഇവൻ ഇപ്പോഴാണ് ആർട്ടിസ്റ്റ് ആയത്. പറഞ്ഞു അന്നൊരു സാധനം പറഞ്ഞു ചേച്ചി. അഭിനയം പഠിച്ചു അങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞു. ഇതെന്തായാലും ഒരു സ്പെഷ്യൽ ആട്ടോ, ദീപൻ സ്പെഷ്യൽ. അല്ല, ദീപന്റെ മദർ സ്പെഷ്യൽ. ശരിക്കും ഇതിന്റെ അപ്പുറം ടേസ്റ്റ് വരും സ്രാവാണെങ്കിൽ. അപ്പൊ ഞാൻ സ്രാവിൽ ട്രൈ ചെയ്യണം. മിക്സ് ചെയ്തു. നമുക്ക് ഇതിന്റെ പുറത്തോട്ട് കുറച്ച് കറിവേപ്പില ഇടാം. ഇപ്പം ഭയങ്കര രസമായിട്ടാട്ടോ കുക്ക് ചെയ്യുന്നത്. നമുക്ക് കണ്ടോണ്ട് നിൽക്കാൻ എങ്ങനെ ഇഷ്ടം വരും. മിക്സ് ചെയ്ത സാധനം അങ്ങോട്ട് മാറ്റി വെക്കാം, കുറച്ച് നേരം അതൊന്ന് പിടിക്കട്ടെ. ഇനി നമ്മുടെ ചീനച്ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണം. ഉഴുന്ന് പരിപ്പ് നമുക്കൊന്നൊരു ബ്രൗൺ കളർ ആകുന്ന ഉഴുന്നുപരിപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തീ ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് നമുക്ക് ഉഴുന്ന് പരിപ്പ് ഇതിലേക്ക് ഇടാം. ഉഴുന്ന് പരിപ്പ് ഒരു ബ്രൗൺ കളർ ആയിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം.
നമ്മുടെ ഉഴുന്ന് പരിപ്പ് ഇതേ ഞാൻ പറഞ്ഞ പോലെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒരു കണ്ടാ ഒരു മ്യൂസിക് വരും അതിനകത്ത്. എന്താ സൗണ്ട്. നമ്മൾ കടുക് ഇടാൻ പോവുക. കടുക് പൊട്ടിയതിൽ നമുക്ക് വറ്റൽ മുളക്, കറിവേപ്പില, ഒരു ഉള്ളി ജസ്റ്റ് സ്ലൈസ് ചെയ്ത് നമുക്ക് അതിൽ ചേർക്കാം. മിക്സ് ചെയ്യാൻ പോവുക. ഇനിയാണ് ഇതിന്റെ മെയിൻ പ്രോസസ്. മെയിൻ ജോലി എന്ന് പറയുന്ന സാധനം ഇതിനകത്താണ്. ഇതിൽ കിടന്നത് നല്ല ഡ്രൈ ആവണം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ, ഉഴുന്നുപരിപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ല മെയിൻ പണി ഇതിനെ ഡ്രൈ ആക്കി. കാരണം ഇത് 3-4 മാസം നമുക്ക് വെച്ചിരുന്ന് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് ഡ്രൈ ആവണം. പരന്ന ഉരുളി ഉണ്ടല്ലോ, ഉരുളിയും നല്ല ചട്ടുകം, നല്ല കട്ടിയുള്ള ചട്ടുകമാണെങ്കിൽ ഇത് കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഇതിപ്പം ഇങ്ങനത്തെ പാത്രം ഞങ്ങൾ ഇതിൽ ചെയ്തിട്ട് അങ്ങോട്ട് ഇളക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇതിലോട്ട് ബാലൻസ് ചെയ്യുന്നില്ല. എനിക്ക് പറ്റുന്നില്ല, ഇതിലോട്ട് മാറ്റി. പക്ഷെ ഉരുളി ആയിരുന്നെങ്കിൽ ഇപ്പം സെറ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉരുളിയിൽ വറുക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പരുവത്തിലൊന്ന് ടേസ്റ്റ് ചെയ്തു, കേട്ടു സാധനം കേട്ടോ. അപ്പം മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണം. വെറുതെ പറയല്ല കേട്ടോ, സുഖിപ്പിക്കാൻ പറയല്ല, സത്യസന്ധമായി പറയുക. നല്ല സൂപ്പർ ടേസ്റ്റ്. ഞാൻ ഇന്ന് വരെ ഇങ്ങനത്തെ നമ്മൾ ഉണക്ക ചമ്മന്തി കഴിച്ചിട്ടുണ്ട്, പിന്നെ നെത്തോലിയൊക്കെ പീര വറ്റിച്ച് കഴിച്ചിട്ടുണ്ട്, പിന്നെ ഈ വാളയൊക്കെ കരുവാടുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ആക്ച്വലി ഇത് ഞാൻ കുക്ക് ചെയ്ത് ഷെഫ് പിള്ളയായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ആണോ? ഷെഫ് പിള്ളയായിട്ട് കുക്ക് ചെയ്ത സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞതാണ്, ഇതിൽ ഇച്ചിരി ഉണക്ക ചെമ്മീനും കൂടെ ഇടയ്ക്ക് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു വേറൊരു സാധനമാണ്. പുള്ളി പറഞ്ഞ സജഷൻ, പുള്ളിയുടെ ഒരു ഇൻപുട്ടാണ്. പക്ഷേ ഞാൻ അമ്മ ചെയ്ത സാധനത്തിനെ വേറൊരു മോഡിലേക്ക് മാറ്റാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ അഭിപ്രായ ഇൻപുട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവൻ അമ്മയുടെ നൊസ്റ്റാൾജിക് മോനായതുകൊണ്ടും ഞാൻ ആ കണക്ഷൻ കണ്ടിട്ടുള്ളത് കൊണ്ടും എനിക്കതറിയാം. അതുകൊണ്ടാണ് അവൻ അതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ. ഞാനത് മാറ്റാൻ ശ്രമിക്കില്ല. പിന്നെ ഇപ്പൊ ചേച്ചി ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനം കഴിച്ചെന്ന് പറഞ്ഞു, അപാര ടേസ്റ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിന്റെ അപ്പുറം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഷാർക്കിൽ തന്നെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. ചേച്ചി വീട്ടിൽ ട്രൈ ചെയ്യുമ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിലുള്ള പാൽക്കപ്പയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക, കഴിക്കാനായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, കഴിക്കാൻ കൊതി വരും. പിന്നെ ഇതൊക്കെ എന്താ പറയുക, വളരെ ട്രഡീഷണൽ പരമായിട്ട് ഒത്തൻറ്റിക് ആയതാണ്. നമ്മൾ ചിരട്ടയ്ക്കകത്ത് വാഴയില കോട്ടി അല്ലേ? അതെ, വാഴയിലയിലാണ് നമ്മൾ വളർത്തുന്നത്. നമ്മളെല്ലാം കുറച്ചൊരു ഒതൻറ്റിക് ആയിട്ട് നമ്മുടെ പഴയ ട്രഡീഷൻ, നമ്മുടെ പഴയ കാലത്തെ ആ കൾച്ചറും എല്ലാം മിക്സ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഈ പേർ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ കാലഹരണപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ. അതാണ് ഞാൻ പറയാൻ വന്നത്. മക്കൾക്ക് സത്യം പറയുന്നത് ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിരിക്കും, ഇങ്ങനെയൊക്കെ കാണുന്നത് പോലും. കാരണം അവർക്ക് അറിയില്ല. അതുപോലെ ഈ നമ്മൾ അമ്മിക്കല്ലി അരയ്ക്കുക, ഇടിക്കുക, ആട്ടുകല്ല് നമ്മൾ ആട്ടി മാവെടുക്കുക, ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല. അപ്പം ഞങ്ങൾ പിന്നെ ഈ പറഞ്ഞ കണക്ക് പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളവർക്ക്, ഇപ്പോൾ ഉള്ള ജനറേഷനും കൂടെ കുറച്ച് അറിവും കൂടെ പകരാൻ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഡാൻസിൻ്റെയും പാട്ടിൻ്റെയും കുക്കിങ്ങിൻ്റെയും ഒക്കെ ഇടയിൽ കുറച്ച് അറിവുകൾ കൂടെ ഞങ്ങൾക്കറിയാവുന്ന, എല്ലാം ഞങ്ങൾക്കറിയില്ല, പക്ഷെ ഞങ്ങളുടെ മുത്തശ്ശനും ഒക്കെ ചെയ്യുന്ന കണ്ട് കിട്ടിയ അറിവ് കുറച്ച് നിങ്ങൾക്ക് കൂടെ ഒക്കെ പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓതൻറ്റിക് പഴയ ഡിഷസൊക്കെ ഞങ്ങളുടെ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫൈനലി നമ്മുടെ ടൂണ തോരൻ നമ്മളങ്ങനെ ഒത്തൻറ്റിക് ആയിട്ട് വാഴയിലേക്ക് സെർവ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കപ്പ, പാൽക്കപ്പ ചിരട്ടയിലേക്ക് നമ്മൾ സെർവ് ചെയ്തു, വാഴയില കോട്ടി. ഇനി നമ്മൾ നമ്മുടെ ടൂണ തോരൻ വാഴയിലയുടെ ഷേപ്പ് തന്നെ 2 ഡിഷിനും സെപ്പറേറ്റ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് അതും നമ്മൾ ഫുഡ് ആർട്ടിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഫൈനലി ഞാൻ ഉണ്ടാക്കിയ അമ്മ സ്പെഷ്യൽ ടൂണ തോരനും ചേച്ചി സ്പെഷ്യൽ
പാൽക്കപ്പ. സോ ഒത്തൻറ്റിക് ഫോമിൽ തന്നെ നമ്മൾ ഫുഡ് ആർട്ടിൽ അതിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ വാഴയിലയിൽ എബിന് ചേച്ചിയുടെ പാൽക്കപ്പ ചിരട്ടയിൽ വാഴയില കോട്ടി വാഴയില വാട്ടി അതിനകത്ത് പാൽക്കപ്പ സെർവ് ചെയ്തിട്ടുണ്ട്. കൂടെ അതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ 2-3 മെയിൻ ഐറ്റംസ് കൊച്ചുള്ളി, വറ്റൽ മുളക്, ഗാർലിക് ഇതിനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. അതും നമ്മൾ ടൂത്ത് പിക്കിൽ നമ്മൾ അതിനെ ഒരു ഫുഡ് ആർട്ടിൻ്റെ ഭാഗമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് ചൂണാ തോരനകത്തും നമ്മളതിൻ്റെ ഫുഡ് ആർട്ടിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക പച്ചമുളക്, ചെറിയ ഉള്ളി, ഗാർലിക് അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്ത് വാഴയിലയിൽ വാട്ടി ഇത് സെർവ് ചെയ്തിട്ടുണ്ട്. ഫൈനലി അവർ ഡിഷ് റെഡി. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. മാതാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ആദ്യത്തെ അമ്മയുടെ പേരിലുള്ളതായിട്ട് അല്ലേ ആ ഡിഷാണ്. എന്താണെന്ന് പറയാമോ? അമ്മ സ്പെഷ്യൽ ചൂണ തോരൻ. ആക്ച്വലി ഇത് ചൂരയിലല്ല, ഇത് സാധാരണ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ഷാർക്കിലാണ്, സ്രാവ് തോരനാണ്. അപ്പോൾ ഈ ചില ഫിഷ് എന്ന് പറയുന്നത് സീസണലാണല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഷാർക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയത് ചൂണയാണ്. അപ്പോൾ ചൂണയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഉണ്ടാക്കിയിരുന്നതിനേക്കാളും ഷാർക്കിലാണെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവൽ. സുറാപ്പുട്ട് എന്ന് പറയുന്ന ഡിഷുമായിട്ട് തന്നെ ബന്ധമുണ്ടോ? സുറാപ്പുട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, അമ്മ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഫുഡുകളാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയ ഒരു തമിഴ്നാട്ടിൽ നിന്നായി വന്നിരിക്കുന്നത് ഈ സ്രാവിന്റെ. തമിഴ്നാട്ടിലാണ് വന്നിരിക്കുന്നത്. ഇത് ഭയങ്കര ഹെൽത്തിയാണ്. അത് മാത്രമല്ല ഇത് ചോറും രസവും സുറാപ്പുട്ടും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ട്രൈ ചെയ്യാം. കപ്പലല്ല, കപ്പ. പിന്നെ വേറൊരു പ്രത്യേകത, അങ്ങനെ ഉദ്ദേശിച്ചു. വേറൊരു പ്രത്യേകത, ഇത് സ്രാവ് ആണെങ്കിലും ചൂണയാണെങ്കിലും ഇത് നമുക്ക് ഒരു 2 മാസമൊക്കെ ഇരിക്കും. ഇത് പുറത്തോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ ചമ്മന്തിപ്പൊടി. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ അധികം സ്പൈസി ഫിഷ് ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അവർക്കാണെങ്കിൽ ഇത് എരിവില്ലാത്ത ഒരു സാധനമാണ്. അതുപോലെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ദോശയ്ക്കൊക്കെ ചമ്മന്തിപ്പൊടി പോലെയൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇതിനകത്ത് എനിക്ക് അഭിപ്രായങ്ങളൊന്നുമില്ല. കാരണം എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സുറാപ്പുട്ട്. കൂണാത്തോരനോ എന്ത് വേണമെങ്കിലും വിളിച്ചു. പക്ഷേ ഇതൊരു ബേസിക്കലി എൻ്റെ വൈഫ് ബേസിക്കലി തമിഴാണ്. അപ്പോൾ തമിഴ്നാട് ഫുഡുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധം. ഞാൻ ദൈവികമായ ഒരു ബ്ലെസ്സിങ് ഉള്ള ഒരാളാണ്. കാരണം പല രാജ്യങ്ങൾ കറങ്ങാനും പല ആൾക്കാരുടെ ദേശീയ ഭക്ഷണം അവിടുത്തെ ഷെഫുമാരെ നിന്ന് കഴിക്കാനും ഭാഗ്യം ഉണ്ടായതാണ്. അതുകൊണ്ട് ഇതിനെ ഞാൻ ഒരു അഭിപ്രായം പറയില്ല. ദാറ്റ് ഈസ് അമ്മയുടെ എൻ്റെ സല്യൂട്ട് പറയുക. അതല്ലേ ശരി. അപ്പം എന്തായാലും ബാക്കിയുള്ള അമ്മമാർ ഇത് കുട്ടികൾക്ക് ഈ റെസിപ്പി എടുത്തിട്ടല്ലേ? ശരിയല്ലേ? എന്താ ഒന്നും മിണ്ടാത്ത വിഷ്ണു? ശരിയല്ലേ? വിഷ്ണു പ്രോട്ടീൻ പൗഡറായിട്ടൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറയണം. നല്ല അഭിപ്രായം കേട്ടതിന്റെ ഒരു വിഷമാണ്. നന്നായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷം. നിങ്ങളുടെ പ്ലേറ്റിംഗ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. പ്രത്യേകിച്ചും ഷാലഡ്സ്. ഈ ഷാലഡ്സ് ചുട്ട് ഇതിൻ്റെ കൂടെ തന്നെ ചവച്ച് കഴിക്കാനും പറ്റും. ഇത് കഴിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയാണ് കേട്ടോ. വെരി നൈസ് പ്രസന്റേഷൻ അല്ലേ? നന്നായിട്ടില്ലേ? ഇവർക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണ്ടേ? എനിക്ക് ജഡ്ജ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ തെറലി എൻജോയ് ചെയ്തു. എനിക്ക് പൊതുവേ ഗാർലിക്കിന് ടേസ്റ്റ് ഒക്കെ കുറച്ച് ഇഷ്ടമാണ്. അതുകൊണ്ട് പാൽക്കപ്പ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ട്യൂണയും. പിന്നെ പേഴ്സണലി എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ദീപന അമ്മയായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഞാൻ അത് മെൻഷൻ ചെയ്ത് കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ്. അമ്മയുടെ ഒരു ഓർമ്മ ഇതിലൂടെ ചേർത്ത് നിർത്താൻ സാധിക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ കാരണമേ അമ്മയാണ്. കാരണം അമ്മ ഉണ്ടാക്കിയിട്ടുള്ള പല ഫുഡ് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഷെഫിലേക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോഴും ആദ്യം ഉണ്ടാക്കിയ ഫുഡ് ഇതാണ്. സോ ഇന്ന് ഞാൻ ഈ ഷോയിൽ ആദ്യം ഉണ്ടാക്കുന്ന ഫുഡ് നമ്മളുടെ എല്ലാ അമ്മമാർക്കും വേണ്ടി ഈ എപ്പിസോഡ് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. അവർക്കൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക.